നീറ്റ് യുജി പരീക്ഷയിലെ ക്രമക്കേടിൽ ഇടപെട്ട് സുപ്രീം കോടതി. ക്രമക്കേടിൽ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. ആരോപണങ്ങൾ പരീക്ഷയുടെ പരിശുദ്ധിയെ ബാധിച്ചുവെന്നും കോടതി വ്യക്തമാക്കി. നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ വിമർശനം. ക്രമക്കേടാക്ഷേപം പരീക്ഷയുടെ പരിശുദ്ധിയെ ബാധിച്ചു. പരീക്ഷാ നടത്തിപ്പുകാരായ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി മറുപടി നൽകണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വിശദമായ സത്യവാങ്മൂലം നൽകാൻ എത്ര സമയം വേണമെന്നും സുപ്രീം കോടതി ചോദിച്ചു. തുടർന്ന് മറുപടി നൽകാൻ 4 ആഴ്ച സമയം നൽകുകയായിരുന്നു. ജസ്റ്റിസുമാരായ അഹ്സാനുദ്ദീൻ അമാനുള്ള, വിക്രംനാഥ് എന്നിവർ ഉൾപ്പെട്ട അവധിക്കാല ബെഞ്ചിന്റേതാണ് നടപടി. അഡ്മിഷന് മുന്നോടിയായുള്ള കൗൺസിലിംഗ് നടപടികൾ ഉടൻ ആരംഭിക്കും. ഈ സാഹചര്യത്തിൽ കൗൺസിലിംഗ് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. കൗൺസിലിംഗ് നടപടികളുമായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് മുന്നോട്ട് പോകാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി രജിസ്ട്രിക്ക് അപേക്ഷ നൽകാൻ അവധിക്കാല ബെഞ്ച് നിർദ്ദേശം നൽകി. അപേക്ഷയനുസരിച്ച് ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കുമെന്നും അവധിക്കാല ബെഞ്ച് ഹർജിക്കാരെ അറിയിച്ചു. നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ജൂലൈ 8 വീണ്ടും പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.